ഇപ്പം നമുക്ക് ചുറ്റും ഒരുപാട് വാർത്തകൾ ഇപ്പോഴെന്നല്ല ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനത്തെ വാർത്തകളാണ്. ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസ്. പിന്നെ ക്യൂവിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഇതുപോലെ ഓഫീസിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ടെന്നീസ് നമ്മൾ കണ്ടിട്ടില്ല, ഈ ഇടയ്ക്ക് പോലും ഒരു വാർത്ത കണ്ടത്. അപ്പോൾ ടെന്നീസ് കളിക്കുമ്പോഴത്തേക്ക്, ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്ലേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒക്കെ ഒരുപാട് നമ്മൾ ഇൻസിഡൻറ്റ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ഷോക്ക് അടിച്ച് കുഴഞ്ഞു വീണ് മരിക്കും, ഷോക്ക് അടിക്കുന്ന സമയത്ത് ബോധം രഹിതനാകും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ, കാർഡിയാക് അറ്റാക്ക് അല്ല, കാർഡിയാക് അറസ്റ്റ് വേറെയാണ്, കാർഡിയാക് അറ്റാക്ക് വേറെയാണ്. അപ്പം അതിന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു CPR കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കാനുള്ള ഒരു കാര്യം തന്നെ. അങ്ങനെയാണ് ഈ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഒരു BLS ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ BLSൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, CPR എങ്ങനെയാണ് കറക്റ്റ് വേയിൽ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുഴഞ്ഞു വീഴുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുന്ന, അല്ലെങ്കിൽ ബോധരഹിതരായി വീഴുന്ന എല്ലാവർക്കും CPRന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചില ഈ സാധാരണ കേസുകളിൽ കുഴഞ്ഞു വീഴുന്നതൊക്കെ പറയുന്നത് ഷുഗർ ലോ ആയിട്ടോ, ഷുഗർ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ കുഴഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. BP കൂടിയിട്ടും കുറഞ്ഞിട്ടും കുഴഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കാതെ ചിലർ രാവിലെയൊക്കെ ഇറങ്ങുന്ന സമയത്ത് തലകറക്കം വന്ന് വീഴാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് തലകറക്കങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം നമ്മൾ ഒരാൾ ബോധം കെട്ട് കിടന്ന ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എപ്പോഴാണ് CPRന്റെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഏത് ആൾക്കാർക്കാണ് ഈ എമർജൻസി നീഡ് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യേണ്ടത്, CPR കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചും ആണ് ഈ പറയുന്നത്. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നതിനെ കുറിച്ചാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. ഒരാൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കൺമുന്നിൽ, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നോർമൽ ഇപ്പോൾ ഈ ടീച്ചേഴ്സ്, അതുപോലെ ഈ ബേബി സിറ്റേഴ്സ്, പിന്നെ ഓഫീസ് വർക്കേഴ്സ്, ഇപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഇതുപോലുള്ള കൊടുക്കുന്നുണ്ട്. അതിനെ പറയുന്നത് ELS എന്നാണ്, എമർജൻസി അല്ലെങ്കിൽ എസെൻഷ്യൽ ലൈഫ് സേവിങ് സ്കിൽസ് എന്നാണ് പറയുന്നത്. അത് BLS അല്ല, അത് ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ്. പക്ഷെ അതൊരു നോർമലായിട്ട് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ചെസ്റ്റ് കംപ്രഷൻ റേഷ്യോയും ബ്രീത്തിങ് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് നോർമൽ ഒരു ക്ലാസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഒക്കെ എല്ലായിടത്തും കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് ഇത് അറിയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഒരു ബോധം കിട്ട് ഒരാൾ വീണ് കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ചിലർക്ക് ഞാൻ പറഞ്ഞതില്ലേ, ഈ ഷുഗറൊക്കെ കുറഞ്ഞു വീഴുന്നവർക്കൊക്കെ നമുക്ക് CPRന്റെ ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം തെളിക്കുമ്പോഴോ വെള്ളം കൊടുക്കുമ്പോഴോ ഒക്കെ ബോധം വീണ് നോർമൽ ആവുന്നുണ്ട്. അപ്പം എങ്ങനെ നമ്മളിത് തിരിച്ചറിയാം, ഈ വ്യക്തിക്ക് CPR അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റ്. കാർഡിയാക് അറസ്റ്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഇൻ ഹോസ്പിറ്റൽ സെറ്റിങ്സും ഉണ്ട്, ഔട്ടർ ഹോസ്പിറ്റലും ഉണ്ട്. ഈ ഹോസ്പിറ്റലിനകത്താകുമ്പോഴത്തേക്കും ഈ വരുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ചേഞ്ച് ആണ്. പേഷ്യൻ്റ് കെയറിലാണെങ്കിലും എല്ലാം ചേഞ്ച് ആകും. ഔട്ട് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഫെസിലിറ്റീസ് കുറവായിരിക്കും, ഡിവൈസസ് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും വേറെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് പറയുന്നത്, ആദ്യം തന്നെ ഇതിന് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് സീൻ സേഫ്റ്റിയാണ്. സീൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ ബോധരഹിതനായി വീഴുകയാണ് എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും വീഴാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഷോക്കേറ്റാണ് അയാൾ ബോധം കെടുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ വൈദ്യുതി വിച്ഛേദിച്ച് നമുക്ക് രക്ഷാപ്രവർത്തകനും ഈ ബോധം കെട്ട് കിടക്കുന്ന ആളുടെ അന്തരീക്ഷം സേഫ് ആണോ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളത്. ആദ്യം അവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക. ഇല്ല, റോഡ് സൈഡിൽ വെച്ചിട്ടാണ് ഒരാൾ കുഴഞ്ഞു വീഴുന്നതെന്നുണ്ടെങ്കിൽ വരുന്ന വണ്ടികളെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആളെ ഒരു സേഫ് ആയിട്ട് വണ്ടികളൊന്നും പോകാതെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തിയാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉറച്ചു തന്നെ തോളിൽ തട്ടി വിളിക്കുക. റെസ്പോൺസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ആൾക്ക് ബോധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.
കുറച്ച് തന്നെ തോളിൽ തട്ടി തന്നെ വിളിക്കുക, തോളിൽ ടാപ്പ് ചെയ്ത് വിളിക്കുക. അതാണ് നമ്മൾ പറയുന്നത് ചെക്ക് ഫോർ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. റെസ്പോൺസ് ഒന്നും ഇല്ല, ഒന്നേ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ. ഇതെല്ലാം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം ഉടനെ തന്നെ നമ്മൾ എന്താണ് കൂടി നിൽക്കുന്ന ഒരാളോട് നമ്മൾ പറയുക എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറയുക. എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആംബുലൻസിനെ കോൾ ചെയ്യാൻ പറയുന്നത്. നമ്മൾ ചെയ്യുകയോ അത് ഒരാളോട് ചെയ്യാൻ പറയുകയോ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് അയാളുടെ ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണെങ്കിൽ നമ്മൾ കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യും. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ് ആക്ടിവേറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ BLS ACLS ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതൊക്കെ പാസ്സായ ഒരു ടീം കാണും. എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഷിഫ്റ്റിലും ഈ ടീം മെമ്പേഴ്സ് കാണും. അപ്പോൾ ആ ടീം വരും. ടീം വന്ന് എവിടെയാണ് കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്തതെന്ന് നമ്മൾ വ്യക്തമായിട്ട് വിളിച്ചത്. അത് വേറെ വിഷയമാണ്. ആ വിളിച്ച് പറയുന്ന സ്ഥലത്തേക്ക് ടീം മെമ്പേഴ്സ് ഒക്കെ എത്തി കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്ത സ്ഥലത്തെത്തി CPR സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ACLS സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വേറൊരു പോർഷനാണ്. ഞാനിപ്പോൾ പറയുന്നത് ഔട്ട്സൈഡ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഔട്ട്സൈഡ് ഹോസ്പിറ്റലിന് പുറത്താണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെന്താണ് അവരുടെ റെസ്പോൺസ് നോക്കി ഇല്ല. അപ്പോൾ നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണ്? പൾസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏത് പൾസാണ് ചെക്ക് ചെയ്യുന്നത്? നമുക്ക് നമ്മൾ ഈ കണ്ടിട്ടുള്ളത് കരോട്ടിഡ് പൾസ് ആണ് നോക്കേണ്ടത്. രണ്ട് സൈഡിലും നമുക്ക് കരോട്ടിഡ് പൾസ് ഫീൽ ചെയ്യും. നമുക്ക് രണ്ട് സൈഡിലും ഏത് സൈഡിലാണ് നോക്കേണ്ടത് നമ്മൾ ഉറപ്പിക്കാമല്ലോ. വലത് സൈഡ് നോക്കാം, ഇടത് സൈഡ് നോക്കാം. എങ്ങനെയാണ് കരോട്ടിഡ് പൾസ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പൾസ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കരോട്ടിഡ് പൾസ് നോക്കി ഇത് എങ്ങനെയാണ് കരോട്ടിഡ് പൾസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. ഇതിന് സമയമുണ്ട്. ഇത് 5 സെക്കൻഡ്സിന് കുറയാനും പാടില്ല, 10 സെക്കൻഡ്സിന് കൂടാനും പാടില്ല. എന്ന് വെച്ചാൽ നോട്ട് ലെസ് ദാൻ 5 സെക്കൻഡ് ആൻഡ് നോട്ട് മോർ ദാൻ 10 സെക്കൻഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ചെക്ക് ചെയ്യുന്നതെല്ലാം സഡൻ ആയിരിക്കണം. 10 സെക്കൻഡിൽ കൂടാൻ പാടില്ല ഈ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 സെക്കൻഡിൽ കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് പൾസ് ഇല്ല. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രീത്തിങ് നോക്കുക. പേഷ്യൻ്റ് കിടക്കുന്ന കുഴഞ്ഞ വീണ വ്യക്തി ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കുന്നതെന്ന് പറഞ്ഞു ലിസൺ ചെയ്യുക. ഒന്നാമത് നമ്മൾ അവരെ ശ്രദ്ധിക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് നോക്കുക. അല്ല നമുക്ക് നമ്മുടെ അബ്ഡമിനിൻ്റെ ചെസ്റ്റ് അപ്രൈസ് വെച്ച് നോക്കാൻ പറ്റും. അബ്ഡമിന് പൊങ്ങുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നോക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആ പേഷ്യൻറ്റിന് റെസ്പിറേഷനോ അല്ല ബ്രീത്തിങ്ങോ പൾസോ ഇല്ലാന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? CPR സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ CPR എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. ഒരു ഹൃദയസ്തംഭനം ഈ നമുക്ക് പൾസും കിട്ടിയില്ല, ബ്രീത്തിങ്ങും കിട്ടിയില്ല, അത് നോർമൽ ബ്രീത്തിങ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നോർമൽ ബ്രീത്തിങ് ആണ് എന്ന് ഞാൻ ഇതിൽ ആക്ച്വലി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗണൽ ബ്രീത്ത് എന്ന് പറയുന്ന ഈ സമയത്ത് കാർഡിയക് അറസ്റ്റ് സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ബ്രീതിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അഗണൽ ബ്രീത്ത് എന്നാണ് പറയുന്നത്. നോർമൽ ബ്രീത്തിങ് തമ്മിൽ ഭയങ്കര വ്യത്യാസമായിട്ടായിരിക്കും ആ വ്യക്തി ബ്രീത്ത് ചെയ്യുന്നത്. പറയുന്നത് പോലെ ഇതുപോലെ ബ്രീത്ത് ചെയ്യുന്നത് അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷെ അത് നോർമൽ ബ്രീത്തിങ് സാധാരണഗതിയിൽ ഒരാൾ ബ്രീത്ത് ചെയ്യുന്നത് പോലെ അല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മളെന്ത് ബ്രീത്തിങ്ങും ഇല്ല പൾസും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് കാർഡിയക് അറസ്റ്റ് തന്നെയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഉടനെ തന്നെ നമ്മൾ CPR എന്ന് പറയുന്ന രക്ഷാപ്രവർത്തനം ആരംഭിക്കണം. എന്താണ് CPR? CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അതിൽ കുറച്ച് കോമ്പണൻസ് ഉണ്ട്. എന്താണ് CPRൽ വരുന്ന കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് കംപ്രഷൻ, എയർവേ, ബ്രീത്തിങ്, ഡീഫിബ്രിലേഷൻ. ഇത് 3 വരെ. ഡീഫിബ്രിലേഷനും കൂടെ ആഡ് ചെയ്ത് വരുന്നത് BLSലാണ്, ബേസിക് ലൈഫ് സപ്പോർട്ടിലാണ്. ഞാൻ ഹോസ്പിറ്റൽ സൈഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത്. ഹോസ്പിറ്റലിന് പുറത്തുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് ഡീഫിബ്രിലേറ്റർ ഒന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? CPR സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് CPRൽ വരുന്ന ചെസ്റ്റ് കംപ്രഷൻ? എന്താണ് ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെസ്റ്റ് കംപ്രഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഹാൻഡ് പ്ലേസ്മെന്റിനെ കുറിച്ച് പഠിക്കണം. ഹാൻഡ് പ്ലേസ്മെന്റ് എങ്ങനെയാണ്? അത് എഫക്റ്റീവ് ആയിട്ടുള്ള വേയിലല്ല നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ഹെഡിലെ ഹൃദയത്തിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ബോഡി പാർട്സിലേക്കും ബ്ലഡ് എത്താതിരിക്കുന്നത് കൊണ്ടും ആണല്ലോ, എല്ലാ ബോഡി പാർട്സിലേക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്
അവിടെ ഒരു ഹൃദയസ്തംഭനം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് കംപ്രഷൻ കൊടുക്കും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ട് പമ്പ് ചെയ്ത് ഹാർട്ടിലെ ബ്ലഡ് പെർഫ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാ ബോഡി പാർട്സിലേക്കും ഹെഡിലേക്കും ബ്രെയിനിലേക്കും എത്തിക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. CPR കംപ്രഷനിലൂടെ ചെയ്യുന്നത്, ചെസ്റ്റ് കംപ്രഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ തന്നെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് CPR ചെയ്യുന്ന ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഹാൻഡ് പ്ലേസ്മെന്റ് എന്നുള്ളത്, നമ്മൾ കൈ വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യം തന്നെ ഞാൻ പറയാം എവിടെയാണ് കൈ വെക്കുന്നത്, എവിടെയാണ് നമ്മൾ ഹാൻഡ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹാൻഡ് പ്ലേസ് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മുടെ മിഡിൽ ഓഫ് ദ സ്റ്റെം. എങ്ങനെയാണ് ഹാൻഡ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിക്കലായിട്ട് ഞാൻ പറയുവാണെങ്കിൽ അത് നമ്മുടെ ബ്രസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ സ്റ്റേണം. ബ്രസ്റ്റ് ബോൺ നമ്മുടെ ഇവിടെ ഉള്ള എല്ലിൻ്റെ പേരാണ് സ്റ്റേണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോവർ ഹാഫ്, അതിൻ്റെ പകുതിക്ക് വെച്ച് എന്നുവെച്ചാൽ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ് എന്നാണ് പറയുന്നത്. ബിലോ ദ നിപ്പിൽ. എങ്ങനെയാണ് ഹാൻഡ് വെക്കേണ്ടത്, നമ്മുടെ പാമ്പിൻ്റെ, നമ്മുടെ കൈപ്പത്തിയുടെ ഹീല്, ഇതാണ് നമ്മുടെ കൈപ്പത്തിയുടെ ഹീൽ എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻ ഇവിടെയാണ് നമുക്ക് ബലം കൊടുക്കാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഹീല് വെക്കുന്നത്. ഇതുപോലെ ഇതാണ് ഹീല്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെസ്റ്റിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത കൈ നമ്മുടെ റൈറ്റ് ഹാൻഡാണ് നമ്മൾ വെക്കുന്നത്. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മുടെ അടുത്ത കൈ നമുക്ക് ഏതാണോ കൂടുതൽ ശക്തിയായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചിലർക്ക് റൈറ്റ് ഹാൻഡ് ആയിരിക്കും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം, ചിലർക്ക് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ളവരുണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ളവർ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഹാൻഡിൽ പറയുന്നില്ല, പക്ഷേ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹീല് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ കൈ മറ്റു കൈയിനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പിടിക്കുക. എന്നിട്ട് ഹാൻഡ് പ്ലേസ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ കൈ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അത്രയും പ്രഷർ കൊടുത്തിട്ടാണ്. ഇത് ഇത്രയും എന്താണ് ഭാരപ്പെട്ട പണി തന്നെയാണ് കംപ്രഷൻ കൊടുക്കുക, ആർട്ടിഫിഷ്യൽ കംപ്രഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് അത്രയും എനർജി നമ്മുടെ ഹീറ്റിലേക്ക് നമുക്ക് കൊടുക്കുന്ന പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ കൈ വെച്ചിട്ട് എന്താണ് ലോക്ക് ചെയ്യുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ഹാൻഡ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ എൽബോ മടങ്ങാൻ പാടില്ല, നമ്മുടെ കൈമുട്ട് മടങ്ങാൻ പാടില്ല. നമ്മൾ ഈ കൊടുക്കുന്ന ആരാണോ നമ്മുടെ പേഷ്യൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം നമ്മുടെ കൈ, എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം നമ്മുടെ കൈ, മടങ്ങാൻ പാടില്ല. മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ എഫക്റ്റീവ് അല്ല, ഇതായിരിക്കും. അപ്പം നമ്മൾ മടങ്ങാതെ തന്നെ ചെസ്റ്റ് കംപ്രഷൻ നമ്മൾ അത്രയും ഫോഴ്സിൽ കൊടുക്കുക. ഇതാണ് ഹാൻഡ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡെപ്ത്, എത്ര ആഴം വരെ ഈ കംപ്രഷൻ പോകാം എന്നുള്ളതാണ്. ഇത് ഞാൻ അഡൾട്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഇൻഫാൻസിനാവുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആണ്. ഇൻഫാൻസിനാവുമ്പോഴത്തേക്കും ചിൽഡ്രൻസിനാവുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആണ് വരുന്നത്. അത് ഈ കംപ്രഷനും വരുന്നതും ചെസ്റ്റ് കംപ്രഷൻ ആണെങ്കിലും ഡെപ്ത് ആണെങ്കിലും എല്ലാം ചേഞ്ച് ആണ് വരുന്നത്. അപ്പം ഞാൻ ഈ അഡൾട്ടിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അഡൾട്ടിന് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 2.5 ഇഞ്ചസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഡെപ്ത് എന്ന് പറയുന്നത്. ഈ എത്രയാണ് താഴ്ത്തുന്നതെന്ന് പറയുന്നത് ഡെപ്ത് എന്ന് പറയുന്നത് 2.5 ഇഞ്ചസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 2.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ വരെ നമ്മൾ ആഴത്തിൽ താഴ്ത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും പ്രഷർ നമ്മൾ കൊടുക്കണം എന്നാണ്. അപ്പം അത്രയും പ്രഷർ കൊടുത്ത് നമ്മൾ എന്താണ് കംപ്രഷൻ കൊടുക്കുക. അതെങ്ങനെയാണ് ഇനി അടുത്ത് കംപ്രഷൻ റേറ്റ്. ഇത് ഹാൻഡ് പ്ലേസ്മെന്റുകൾ. അപ്പോൾ ചെസ്റ്റ് കംപ്രഷനിൽ വരുന്ന ഹാൻഡ് പ്ലേസ്മെന്റ് മാത്രമല്ല, ഹാൻഡ് പ്ലേസ്മെന്റ് കൊടുക്കുക. ഇനി എത്ര ഡെപ്തിൽ നമ്മൾ 5 സെന്റിമീറ്റർ ഡെപ്തിൽ 5 സെന്റിമീറ്റർ ഡെപ്തിൽ സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. എത്രയാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 30:2 എന്നാണ്. 30:2 എന്നാണ്. 30 ചെസ്റ്റ് കംപ്രഷന് 2 ബ്രെത്ത്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 30 ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തിട്ട് നമ്മൾ 2 ബ്രീത്ത് കൊടുക്കുക, ശ്വാസം കൊടുക്കുക. 30 ചെസ്റ്റ് കംപ്രഷന് 2 ബ്രീത്ത് എന്നാണ് പറയുന്നത്, 2 ബ്രെത്ത്സ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 30 ചെസ്റ്റ് കംപ്രഷൻ കൊടുത്തിട്ട് നമ്മൾ 2 ബ്രീത്ത് കൊടുക്കുക, ശ്വാസം കൊടുക്കുക. 30 ചെസ്റ്റ് കംപ്രഷന് 2 ബ്രീത്ത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇനി കൊടുത്തത്, നമ്മൾ ഇതുപോലെ തന്നെ ഹാൻഡ് സ്ട്രെയിറ്റ് ആയത് എൽബോ സ്ട്രെയിറ്റ് ചെയ്ത് വളയാതെ തന്നെ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക. അത് 30 എണ്ണം കൊടുത്തതിന് ശേഷം 2 ബ്രീത്ത്സ് കൊടുക്കുക. ഈ കംപ്രഷൻ നമ്മൾ നോക്കി. ഇനി ബ്രീത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത്.
ഇത് ഞാൻ തുടങ്ങിയപ്പോൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഹോസ്പിറ്റൽ സെറ്റിങ്സിലല്ല ഇത്. ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണെങ്കിൽ നമുക്ക് അതിനകത്തായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ബാഗ് ആൻഡ് മാസ്ക് വെച്ചിട്ടുള്ള, നമുക്ക് ആംബു ബാഗ് വെച്ചിട്ടുള്ള, ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ആംബു ബാഗ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ബ്രീത്ത്സ് കൊടുക്കുന്നത്. അപ്പം അല്ല, ഇത് ഇനി ഔട്ടർ ഹോസ്പിറ്റൽ, നമ്മുടെ ഹോസ്പിറ്റലിലല്ല, നമുക്ക് ആംബു ബാഗ് ഒന്നും നമ്മുടെ കയ്യിൽ കാണില്ല. പിന്നെ പോക്കറ്റ് മാസ്ക് യൂസ് ചെയ്ത് നമ്മൾ ബ്രീത്ത്സ് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിലായിരിക്കും. അല്ല, ഇത് നമ്മൾ പുറത്താണ്, നമ്മുടെ ഇത് കാണുന്നത് പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബ്രീത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മൗത്ത് ടു മൗത്തേ പറ്റുള്ളൂ. മൗത്ത് ടു മൗത്തേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൊറോണ പോലുള്ള എന്താണ് വൈറൽ ഡിസീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതുപോലെ പ്രിക്കോഷൻസ് ചിലർക്ക് ഒക്കെ പേടിയായിരിക്കാം, പ്രിക്കോഷൻസ് ഒക്കെ വേണം. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഫാസ്റ്റ് ആൻഡ് ഹാർഡിൽ നമ്മൾ പുഷ് മാത്രം കൊടുത്താൽ മതി. ബ്രെഡ്സ് കൊടുക്കാതെ തന്നെ ചെസ്റ്റ് കംപ്രഷൻ മാത്രം നമ്മൾ കൊടുത്താൽ മതി. എന്താണ് ഫാസ്റ്റ്, ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് 100 മുതൽ 120 ചെസ്റ്റ് കംപ്രഷൻ 1 മിനിറ്റിൽ കവർ ചെയ്യുന്ന രീതിക്ക് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്സിലല്ല, ഹോസ്പിറ്റൽ സെറ്റിങ്സിന് പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നത്. ചെസ്റ്റ് കംപ്രഷൻ മാത്രം കൊടുക്കുക. അപ്പോൾ ഇത് എപ്പോഴാണ് വരുന്നത്, നിർത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണ് ഒരു ഹോസ്പിറ്റൽ, നമ്മളിപ്പോൾ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എമർജൻസി റെസ്പോൺസ് അല്ലെങ്കിൽ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് വരുന്നത് വരെ നമ്മൾ വിളിച്ച നമ്മൾ വിളിച്ച ഒരു ആക്ടിവേറ്റ് ചെയ്ത് എമർജൻസി സെറ്റിങ്സ് വരുന്നത് വരെ നമ്മൾ ഈ പ്രക്രിയ ചെസ്റ്റ് കംപ്രഷൻ തുടരുക എന്നുള്ളത്. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 100 മുതൽ 120 ചെസ്റ്റ് കംപ്രഷൻ വരെ കൊടുക്കണം. അത് ഫാസ്റ്റ് ആയിരിക്കണം, ഫാസ്റ്റ് ആൻഡ് ഹാർഡായിട്ട് എഫക്റ്റീവ് വേയിലായിരിക്കണം ചെസ്റ്റ് കംപ്രഷൻ. മൗത്ത് ടു മൗത്ത് നമുക്ക് ബ്രീത്ത്സ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള സാഹചര്യത്തിലായതുകൊണ്ട്, ഇപ്പം നമ്മൾ കൊറോണ വൈറസ് പോലുള്ള വൈറസുകൾ ഉള്ളത് കൊണ്ടുള്ള ഒരിതാണ് ഞാൻ പറഞ്ഞത്, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പേഷ്യൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു, പേഷ്യൻറ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അതിനുശേഷം അവിടെയുള്ള റിക്കവറിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാൻ പറയുന്നത് ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണെങ്കിൽ ബ്രീത്ത്സ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ബാഗ് ആൻഡ് മാസ്ക് കൊണ്ട്, പോക്കറ്റ് മാസ്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ ബാഗ് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബു ബാഗ് എന്നാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ സീ ക്ലാമ്പിംഗ് മെത്തേഡ് യൂസ് ക്ലാമ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ടെക്നിക്കാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്നതിന് മുന്നേ അത് എങ്ങനെയാണ് ഈ വെന്റിലേഷൻ കൊടുക്കുന്ന ബ്രീത്ത്സ് ആ പേഷ്യൻറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തണമല്ലോ. അപ്പോൾ അതെന്താണ്, സാധാരണ ഒരാൾ ബോധരഹിതനായി കിടക്കുവാണെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എന്താണ് എയർവേ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. അപ്പം നമ്മൾ എന്താണ് ഫസ്റ്റ് എയർവേ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. എയർവേ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അതിന് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ്. ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല മുകളിലേക്കാക്കി ഹെഡ് ലിഫ്റ്റ് ചെയ്ത്, ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ്, തല മുകളിലേക്കാക്കി ചിന്നൊന്ന് പൊക്കി കൊടുക്കുക, നമ്മുടെ താടി ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, സാധാരണ ഒരാൾ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആളുടെ ടങ്ക് എപ്പോഴും നമ്മുടെ ഇയർവേസിനെ ബ്ലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ടങ്കിൻ്റെ പ്ലേസ്മെൻറ്റ് മാറുകയും നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് കിട്ടാൻ ചാൻസ് കൂടുകയും ചെയ്യുന്നു. അതിനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ അല്ലെങ്കിൽ ബാഗ് ആൻഡ് മാസ്ക് മെത്തേഡിൽ കൊടുക്കുന്ന ബ്രെഡ്സ് ഈ പേഷ്യൻറ്റിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് എത്തുകയുള്ളൂ. അപ്പോൾ ഇത് കൊടുത്തു. നമ്മളെങ്ങനെയാണ് കൊടുക്കുന്നത്? 2 ബ്രീത്ത്സ് ആണ്. അപ്പം സീ ക്ലാമ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഇത് ഒരിക്കലും പുറത്തേക്ക് ഈ ശ്വാസം പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസ്കും ഹോൾഡ് ചെയ്യണം, നമ്മുടെ ഈ ചിന്നും താടിയും മാസ്കും കൂടിയിട്ട് ഒരുമിച്ച് പിടിച്ച് മുകളിലോട്ട് ഉയർത്തിയിട്ട് വേണം നമ്മൾ എന്താണ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രെഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ബ്രെഡ്സ് കൊടുക്കുക. അങ്ങനെയാണ് ബ്രീത്തിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രീത്തിങ് കൊടുത്തു, ചെസ്റ്റ് കംപ്രഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ്, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നമ്മൾ ഔട്ടർ ഹോസ്പിറ്റൽ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എമർജൻസി റെസ്പോൺസ് വരുന്നത് വരെ നമ്മൾ തുടരുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇത് ഇൻ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇതുപോലെ 30:2 കംപ്രഷൻ റേഷ്യോയിൽ നമ്മൾ ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിത് 30:2 എന്ന് പറയുന്ന കംപ്രഷൻ ബ്രീത്ത് റേഷ്യോയിൽ നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2 മിനിറ്റ്സ് ആവും. ഇതേ സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 2 മിനിറ്റ്
ചെയ്യും. 2 മിനിറ്റ് വെച്ച് 2 മിനിറ്റ് വരെ ചെയ്യുക. ഈ 2 മിനിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ റിപ്പീറ്റായിട്ട് കാരോട്ടിക് പൾസും ബ്രീത്തിങ് നോക്കുക. അപ്പോഴും പൾസ് വന്നിട്ടില്ല എന്ന് പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് എന്തായാലും ഹോസ്പിറ്റൽ സെറ്റിങ്സ് ആകുമ്പോൾ നമുക്ക് ടീം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് റോള് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്ന ആൾ മാറിയിട്ട് അടുത്ത് നമുക്ക് ബ്രീത്തിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുന്നത് ഒരാളും രണ്ടുപേര് മാത്രമല്ല. ഇത് കോഡ് ബ്ലൂ അറൈവ് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിന് ഈ ടീം മെമ്പേഴ്സ് എല്ലാത്തിനും ഓരോ റോളുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. കംപ്രഷൻ ആര് കൊടുക്കണം, ബ്രീത്ത്സ് ആര് കൊടുക്കണം, പിന്നെ മെഡിക്കേഷൻസ് ACLS ഒക്കെ വരുമ്പോഴത്തേക്കും മെഡിക്കേഷൻസ് വരും. അത് അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ടാണ്. കുറച്ചും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങും കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ എവറി 2 മിനിറ്റ്സിൽ നമ്മൾ സ്വിച്ച് റോൾ ചെയ്ത് പേഷ്യൻറ്റിന് CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു അങ്ങനെ അങ്ങനെ ചെയ്ത് കംപ്രഷൻ ഈ 30:2 റേഷ്യോയിലെ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എവറി 2 മിനിറ്റ്സ് നമ്മൾ പിന്നെ പൾസും ബ്രീത്തിങ്ങും നോക്കുന്നു. പേഷ്യൻ്റ് റിവൈവ് ആയി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അത് അടുത്ത കെയറിലേക്കാണ് പോകുന്നത്, പോസ്റ്റ് കെയറിലേക്കാണ് പോകുന്നത്. അപ്പം ഞാനിത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു നീണ്ട വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് പല പോയിന്റ്സും എനിക്ക് ഇത് കട്ട് ചെയ്താണ് പറയേണ്ടി വന്നത്.